ഇനി അവരൊക്കെ എഴുതി വെക്കണം, രേണു സുധി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണമെന്ന് തോന്നി എനിക്ക്. ദുബായിൽ വെച്ച് ലാലേട്ടനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഇല്ലേ, ഒരു ലക്ഷ്യം കൂടെ ഇല്ലേ? നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവർ TV 24/7 നമുക്കിപ്പം ഉള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രേണു സുധിയാണ്. ഹായ് രേണു. ഹായ്, പ്രിയപ്പെട്ടതല്ലേ? ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. ശരി, താങ്ക് യു. ദുബായിൽ വന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഹബീബ് ദി വെൽക്കം ടു ദുബായ് എന്ന്. അപ്പൊ ഞാനും സ്നേഹപൂർവ്വം നമ്മുടെ ദുബായ് അല്ലെങ്കിൽ നമ്മുടെ UAE സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. എങ്ങനെയുണ്ട് നമ്മുടെ ദുബായ് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ? എന്താണ്? അടിപൊളി വിശേഷം. ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ ട്രിപ്പ്, പാപ്പിലോൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. BBന്ന് ഇറങ്ങി ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം എന്താ പറയുക, ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ OBCയും നേരത്തെ തൊട്ടുള്ള ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ആളാണ് കൊണ്ടുവന്നത്. ബിഗ് ബോസ് ലാലേട്ടനെ കാണുമെന്ന് പറയുന്നത് ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു അനുഭവമാണ്. എന്തായിരുന്നു എന്തായിരുന്നു ബിഗ് ബോസിലെ അനുഭവങ്ങളും ലാലേട്ടനുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ? അത്രയും വലിയൊരു ലെജൻഡ് അല്ലേ? അതെ, അദ്ദേഹം പേര് നമ്മളെ വിളിക്കുക, രേണു എന്ന് വിളിക്കുക. വിളി കേൾക്കുമ്പോ നമുക്കൊക്കെ ഉണ്ടല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ഒരു രേണു അല്ല, നമ്മൾ പെട്ടെന്ന് രേണുവിനോട് ഒരു സ്നേഹം, തീർച്ചയായും അക്സെപ്റ്റൻസ് നമ്മൾ എടുക്കുമായിരുന്നു ആ ഒരു വിളി. തീർച്ചയായും. കാരണം അദ്ദേഹം നമ്മളെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ, അതായത് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ എന്നെ വിളിച്ചത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ ഓർത്തില്ല, ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് പുറമേ നിന്ന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. സോ അവരുടെയൊക്കെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ആ ഹൗസിനുള്ളിൽ, ഒരു ദിവസമെങ്കിലും, ഞാൻ എൻ്റെ ഇതാണ് പറയണത്, ഒരു ദിവസമെങ്കിലും ആ ഹൗസിനുള്ളിൽ ലാലേട്ടൻ കൈപിടിച്ച് കയറ്റണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അവിടെ 1 മാസവും 5 ദിവസവും നിൽക്കുമെന്ന് പോലും ഞാൻ കരുതിയിട്ടില്ല. എന്തായാലും കുറേ നാൾ നമുക്ക് മൈൻഡ് ഗെയിമാണ് മെയിനായിട്ട് അവിടെ. അപ്പം കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാതായി. സോ നമുക്കറിയാം, എവിക്ഷനിലല്ല ഞാൻ ഔട്ടായത്, വോക്കൗട്ട് ആയതാണ്. ഞാൻ തനിയെ വോക്കൗട്ട് ആയതാണ്. അവർ തന്നെ അത്, ലാലേട്ടൻ തന്നെ ആ എവിക്ഷൻ എപ്പിസോഡിൽ പറഞ്ഞു, ഇതൊരു പ്രത്യേകതരം ഒരു എവിക്ഷനാണ്. അതായത് നിരന്തരമായി പോണം എന്ന് പറയുമ്പോൾ അവർക്ക് വിടാതിരിക്കാൻ പറ്റൂല. ഞാൻ ഹാപ്പിയാണ് ആ ഒരു എന്താ പറയുക, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പേര് കിട്ടിയതിൽ ഒരുപാട് അഭിമാനിക്കുന്നു ഞാൻ. തീർച്ചയായിട്ടും കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പേര് അതിൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു പേര് തന്നെയാണ്, ടേണിംഗ് പോയിന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനുശേഷമാണല്ലോ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടിയത്. അതെ. ആ ബിഗ് ബോസിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേദന, മീൻസ് നമുക്ക് സങ്കടം ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ നമ്മൾ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ അങ്ങനെയാണോ? ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ പുറമേ നിന്ന് കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അതിൽ രേണുവിൽ അതിലെല്ലാവരോടും സൗഹൃദമായിരുന്നു അതോ? എനിക്ക് ഇപ്പം അവരെന്നല്ല, എവിടെയാണല്ലോ എനിക്ക് എന്താ പറയുക, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരോടും ഏറ്റക്കുറച്ചിലുള്ള. പിന്നെ എന്നെ സംബന്ധിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നൊരു സ്വഭാവം എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല. ഇനിയിപ്പോൾ അഥവാ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ തമാശ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും എല്ലാവരും അല്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെല്ലാം കെട്ടിപ്പിടിച്ച് കാര്യമൊന്നും, പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി പോകുന്നത്. ശരിക്കും മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതും, മറ്റുള്ളവർ അത് പറഞ്ഞാൽ ഞാൻ വീടിന് പുറത്തിറങ്ങണോ എന്നൊക്കെയുള്ള കുറേ ചിന്തകളായിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ലേഡീസ് ഉണ്ടാവാം, ജെൻസും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് റേണുവിന് പറയാനുള്ളത് എന്താണ്? ഇപ്പം കുറച്ച് പേരെയുള്ള എന്താ പറയുക, കുറച്ച് ശതമാനം പേര്, അതായത് സതി മനസ്സുള്ളവരായിരിക്കണം. കാരണം ഒരു വിധവ അല്ലെങ്കിൽ ഒരു വിഡോ, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ നടക്കാവുള്ളൂ, ഇന്നോടത്ത് പോകാവുള്ളൂ, അല്ലെങ്കിൽ വെള്ളസാരി, അതൊക്കെ പഴയ കാര്യങ്ങളാണ്, പഴയ കാലഘട്ടമാണത്. ഇപ്പോൾ ഒരുപാട് മാറി, 2025 ആയി. അപ്പോൾ അത് മാറ്റാൻ സമയമായി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇറങ്ങിയാലേ എൻ്റെ കുഞ്ഞുങ്ങളല്ലേ എൻ്റെ ഫാമിലിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെ ഞാനൊരു വീടിനകത്ത് മുറിക്കകത്ത് കയറി ചടഞ്ഞു കൂടിയിരുന്നാൽ അവിടെ ഡൗൺ ആവും എല്ലാവരും, അല്ലേ? അപ്പം ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്കാണ് ഇത് വന്നിരുന്നെങ്കിൽ, ഈ പറയുന്നവരുടെ കുടുംബത്തിൽ ആർക്കും ഇത് വരുത്തരുതേന്നാണ് പ്രാർത്ഥന. കാരണം എന്ത് വന്നാലും നമ്മുടെ പാർട്ട്ണർ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക്. ആരുടെ ആണെങ്കിലും ലൈഫിൽ അങ്ങനെയാണ്. അവർ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പകച്ചു പോകും എന്ത് ചെയ്യണമെന്ന്. കുറേ പേര് ആശ്വാസത്തിനും കാര്യങ്ങൾക്കൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും പലരും ഉണ്ട് നമുക്ക് കൈത്താങ്ങലായിട്ട്. എങ്കിൽ പോലും നമ്മൾ മുന്നോട്ടിറങ്ങിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ചടഞ്ഞു കൂടി ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പം കട്ടിപ്പണി ചെയ്യാനെന്നുള്ള ഹെൽത്ത് എനിക്കില്ല. എന്തായാലും ഇങ്ങോട്ട് വന്ന അവസരങ്ങൾ ഞാൻ ഓക്കെ പറഞ്ഞ്
ആൽബം ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ് ആൽബം. ഇപ്പോൾ ഒരു 5-8 ആൽബം അഭിനയിച്ചതിൽ എല്ലാം നല്ല രീതിയിൽ, അത്യാവശ്യമല്ല നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. ഈ ഇടയിൽ ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ബിന്ന് ഇറങ്ങിയിട്ട് ഒരു ആൽബം അഭിനയിച്ചു, മഞ്ഞു തോർന്ന വഴിയരികിൽ. അത് ദുബായിലാണ് നായകൻ. അദ്ദേഹം വന്നത് തന്നെ ലിഞ്ചപ്പൻ എന്നാണ് പേര്. അദ്ദേഹം വന്നത് തന്നെ നമുക്ക് എന്താ പറയുക, അതിൽ അഭിനയിക്കാനാണ് വന്നത്. അപ്പോൾ എന്തായാലും ജിന്നെന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ആൽബം 2 ദിവസം കൊണ്ട് എനിക്കൊന്ന് 1.5 ലക്ഷം പേര് കണ്ട്. 2 ദിവസം കൊണ്ട്. അപ്പം അത് വളരെ, അതായത് ഞാൻ എന്ത് ആൽബം അഭിനയിച്ചാലും നല്ല വ്യൂസും ഉണ്ട്. അപ്പം എനിക്ക് അത് ഈ പറയുന്ന പോലെ ഞാൻ വീട്ടിൽ ഇരുന്ന് ഇതൊന്നും എനിക്ക് പറ്റൂല. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ അഭിനയം പഠിച്ച ആളൊന്നുമല്ല, വളർന്ന് വരുന്ന ഒരു കലാകാരി, ചെറിയൊരു കലാകാരിയാണ് ഞാൻ. ഇപ്പോൾ രേണുവിനൊരു വേഷം, അതിപ്പോൾ സിനിമയിലായാലും സീരിയലായാലും അല്ലെങ്കിൽ ആൽബങ്ങളായാലും, ഇപ്പോൾ രേണുവിനൊരു ഡയറക്ടർ വിളിക്കുമ്പോൾ ഇപ്പോൾ രേണു വേഷത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ടൊക്കെ ആലോചിക്കാറുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ടും അങ്ങനെയില്ല. അവരെ ഡയറക്ടർ വിളിച്ചിട്ട് രേണു അല്ലെങ്കിൽ ആൽബം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ചെയ്യാമോ? ഞാൻ പറഞ്ഞാൽ പിന്നെ ഓക്കെ. ഞാൻ മുന്നോട്ട് നോക്കിയില്ല. ഓക്കെ സാർ നമുക്ക് ചെയ്യാം എന്നേ ഞാൻ പറയത്തുള്ളൂ, പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് ഒരിക്കൽ കൂടി എന്താ രേണുവിന് പറയാം? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ നെഗറ്റീവ് കമന്റ്സുകളും എനിക്ക് ഓരോ പൂമാലകളായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ അവർ തീർക്കുന്നു, ഞാൻ എൻ്റെ വഴി നോക്കുന്നു. ഐ ഡോണ്ട് കെയർ. അവരുടെ ആ മറുപടിയാണ് നമുക്ക് വളരാനുള്ള ഏറ്റവും വലിയ പ്രചോദനം. തീർച്ചയായിട്ടും അവരെല്ലാം കൂടെ അല്ല എന്നെ ബിഗ് ബോസ് വരെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ എത്തുമോ ബിഗ് ബോസിൽ? അവരോടൊക്കെ എനിക്ക് നന്ദിയാണ് എപ്പോഴും ഉള്ളത്. ഇപ്പം എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഞാൻ ആരുടെ പേരെടുത്ത് പറയണം. ഇപ്പം തന്നെ കേരളത്തിൽ വിവാദം നടക്കുന്ന രേണുസുതി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര റീച്ചാണ്. എനിക്ക് തോന്നുന്നത് രേണുസുതി എന്നൊരു പേര് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലരുടെയും ജീവിതമാർഗം, അതായത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാൻ ഇനി അവരൊക്കെ എഴുതി വെക്കണം, രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണമെന്ന് തോന്നി. എനിക്ക് അതാണ് തോന്നുന്നത്. കാരണം രേണുസുതി എന്നൊരു ഹാഷ്ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തകർത്ത റീച്ചാണ്. അപ്പൊ ചുമ്മാ അങ്ങ് പറയുവാണ്, ആരാ എന്താന്ന് പറയില്ല. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നേരെ തിരിയുന്നത്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇവരൊന്നുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. റിയാലിറ്റി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കൂടെ അടുത്ത് നിൽക്കുന്നവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അവർക്ക് നമ്മളൊരു പരിധി കഴിഞ്ഞ് പോകുകയാണെന്ന് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ എല്ലാ ഫ്രണ്ട്സും ഇല്ല കേട്ടോ. നമുക്ക് ഇപ്പോഴും നമ്മുടെ ചങ്ക് പോലെ നിൽക്കുന്നത്. ഇപ്പൊ എന്റെ ബിന്ന് ഇറങ്ങിയപ്പോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ആളുണ്ട്, കരിഷ്മ. അപ്പൊ അവളെന്ന് വെച്ചാൽ എന്റെ നല്ല തിക്ക് ഫ്രണ്ട്. കരിഷ്മ എന്ന് പറഞ്ഞല്ലേ, നാളത്തെ ഒരു കരിഷ്മ കപൂർ ഇന്റർവ്യൂല് രേണു പറഞ്ഞു കരിഷ്മയാണ് രേണുവിന്റെ എന്താണ് അല്ല ഇപ്പം കാര്യങ്ങളൊക്കെ. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റണില്ല വർക്കൊക്കെ വരുമ്പോ, അതാണ് ഉദ്ദേശിച്ചത്. മാനേജറോ അല്ലെങ്കിൽ ഫ്രണ്ടോ സുഹൃത്തോ എന്ത് വേണേലും പറയാം, കരിഷ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ മക്കള്, എൻ്റെ ചേച്ചി, എനിക്കൊരു ചേച്ചിയുള്ളു രമ്യ. ആളെപ്പോഴും എനിക്ക് സപ്പോർട്ടാണ്, ആളും ആളുടെ ഹസ്ബൻഡും ഒക്കെ. കാരണം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സോ പിന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റ്സ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചിലർ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്നത് അല്ലേ, കാണാൻ കൊള്ളായിരുന്നെങ്കിൽ പിന്നും വേണ്ടിയില്ല, ഈ കാണാൻ കൊള്ളാവുന്നവര് ചെയ്യുന്നതെല്ലാം നല്ലതാണ് അല്ലേ, അതെന്താണ്? എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ നേരിട്ട് കാണുന്ന ആരും എന്നെ ഇന്നുവരെ ഒരു ബോഡി ഷേമിങ് നടത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടെ തന്നെ വന്ന് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന, ഒരുപാട് പാപ്പിലോണിൽ വന്ന ഒരുപാട് മലയാളീസ് എന്നെ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്ന 95%, 100% പേര് ഇതാണോ രേണുസുതി, ഇങ്ങനെയാണോ ഇരിക്കണേ, ഞങ്ങള് വീഡിയോയിൽ കാണുന്ന ഇങ്ങനെ അല്ലല്ലോ. അപ്പം ഈ കുട്ടീനെയാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തിയെന്നാണ് ചിലവർ പറയാറുള്ളത്. അപ്പം നേരിട്ട് കാണുന്ന ആരും എന്നെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. പിന്നെ ബോഡി ഷേമിങ് ചെയ്തവരടുത്ത് അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ അവർ തീർക്കട്ടെ എന്നേ. നമുക്കത് എന്നെ സംബന്ധിച്ച് ഇനിയും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് എന്താ പറയുക, ഈ വേദനകളൊക്കെ ഇട്ട് ഒരു കല്ല് പോലെ ആയിരിക്കുകയാണ്. സോ ഞാനത് മൈൻഡ് ചെയ്യാത്തതാണോ അതോ മൈൻഡ് ചെയ്യാത്ത പോലെ ഭാവിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പിന്നോട്ടില്ല. പക്ഷെ എന്നെ ഒന്ന് വന്ന് അടിച്ചാലോ ഞുള്ളിയാലോ എനിക്ക് വേദന എടുക്കും. അത് ഞാൻ ശ്രദ്ധിച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. ദൂരെ നിന്ന് വരുന്ന ഈ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കേൾക്കണില്ലല്ലോ. നമുക്ക് വേദന ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിഷമാകത്തുള്ളൂ. ഈ വേദന നമ്മളിപ്പം സുധിച്ചേട്ടൻ മരിച്ചതിന്റെ അത്ര വേദന ഇനി എനിക്ക് ലൈഫിൽ ഉണ്ടാകാൻ ഇല്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ, എനിക്ക് മറക്കാനാവാത്ത ഏറ്റവും വലിയൊരു പെയിൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം മറ്റുള്ളവർ ഇവിടെ വന്നിട്ടാണോ അവിടെ കിടന്ന് കമന്റ്സ് അഴിഞ്ഞാടുന്നത് അത് ഇതെന്നൊക്കെ, ഐ ഡോണ്ട് കെയർ. മക്കളൊക്കെ കിച്ചുവും മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര എന്താ പറയാ, അവർക്ക് ഞാൻ നല്ലൊരു അമ്മയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം അമ്മ മാത്രമല്ല, ഞാനൊരു അച്ഛൻ കൂടിയാണ് അവർക്ക്. സോ എന്തുണ്ടെങ്കിലും എന്നോടാണ് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി വേണമെങ്കിൽ പോലും അമ്മ ഇന്നത്. കാരണം അവർക്ക് ഞാനേ ഉള്ളൂ.
കുഞ്ഞിന്റെ കാര്യമല്ല, മൂത്ത മോന്റെ കാര്യമാണ്. കുഞ്ഞ് അത്രയും ആയിട്ടില്ല. കുഞ്ഞ് മുട്ടായി മേടിച്ചോണ്ട് പറഞ്ഞാൽ കിൻഡർ ജോയ് മേടിച്ചോണ്ട് പറഞ്ഞേ പറയത്തുള്ളൂ. ഇനിയിപ്പോ വലുതാകുമ്പോൾ അവൻ ചോദിക്കും. കിച്ചു പഠിക്കുന്ന കോഴ്സ് ഫ്ലവേഴ്സ് ആണല്ലേ? ഫ്ലവേഴ്സ് ആണ് അവനെ സപ്പോർട്ട് ചെയ്യണത്. അവരായിരുന്നുവല്ലോ, സുധിച്ചാണ്ട് ഒരു ഫാമിലി ആയിരുന്നു അവര്. സോ സപ്പോർട്ട്. ഒരു വീടിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ, അതിന് എന്താ പരിഗണന തീരുമാനമോ ചോദിക്കുന്നത്? എന്തായാലും എൻ്റെ പേരിലല്ല വീട്. എന്തായാലും സന്തോഷം, എൻ്റെ മക്കൾക്ക് നല്ലൊരു വീട് കിട്ടി. പിന്നെന്താണ്, അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഇനി സ്വന്തമായിട്ട് രേണുവിന്റെ പേരിൽ ഒരു വീടൊക്കെ വാങ്ങാൻ കഴിയും ആഗ്രഹമുണ്ട്. നമുക്ക് ദൈവം സാധിപ്പിക്കട്ടെ എന്നേ ഉള്ളൂ പ്രാർത്ഥന. അപ്പൊ അതുപോലെ ഇനിയിപ്പോ ബഹ്റൈൻ, USA, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെയുള്ള ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ വരട്ടെ. ഓ ശരി ശരി, നമുക്ക് ബഹ്റിനിൽ എന്തായാലും പോകുന്നുണ്ട്. ഏത് നെക്സ്റ്റ് ഇപ്പം? ഈ മന്ത് തന്നെ മേ ബി പോകും. ഇവിടെ നല്ല നാട്ടിൽ പോയിട്ട്, നാട്ടിൽ ഷൂട്ടുണ്ട്, ഷൂട്ടിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രവാസികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവിടെ വന്ന് നേരിൽ കണ്ട് അവരുടെയൊക്കെ സ്നേഹം മനസ്സിലാക്കി. സോ ഒരുപാട് സന്തോഷം. കാരണം അവരും എല്ലാവരും, നമ്മൾ പുറമേ നിന്ന് കാണും അയ്യോ അവർ ദുബായിൽ അങ്ങനെ, പക്ഷെ അവർക്കും ഒരു ലൈഫുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട് അല്ലേ? കഷ്ടപ്പെട്ടാലേ നമ്മളൊരു ലൈഫ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. തീർച്ചയായിട്ടും. അപ്പം അവരെ അടുത്തറിയാം. ഇപ്പം പാപ്പിലോണിൽ വന്നുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പേര് ഷാർജയിൽ നിന്ന്, ഇന്നലെ ഒരു ചേച്ചി ഒമാനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ. അപ്പം ഞാൻ റൂമിലായിരുന്നു. അപ്പം എന്നെ വിളിച്ച് ഇവിടെ വരുത്തി. ഇവിടെ വന്നപ്പോഴത്തേന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഇതുപോലെ തന്നെ, അയ്യോ ഇച്ചിരിയേ ഉള്ളു ചേട്ടതേ, ഇച്ചിരിയേ ഉള്ളു കുട്ടി, ഇതിനെയാണോ ആളുകൾ പറയുക? അപ്പം എന്നോട് വേറൊരു വാക്ക് പറഞ്ഞു, അതെന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്. രേണു സുധി, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ കേട്ട പണ്ടേ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണ് രേണു. അങ്ങനെ നിൽക്കണമല്ലോ. കാരണം നമ്മള് മറ്റുള്ളവർ പറയുന്ന കേട്ട് ഓടിപ്പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതെ തീർച്ചയായിട്ടും അവരെല്ലാം വഴിയാധാരമാവും. അവരുടെ സാധാരണ ജീവിതത്തിലോട്ട് പോകും. എല്ലാവരും നല്ല ജീവിതം, ബെറ്റർ ആയിട്ടുള്ള ജീവിതമാണല്ലോ ആഗ്രഹിക്കുന്നത്. അതെ അതെ, നമുക്കൊരു കുഞ്ഞു ലൈഫല്ലേ ഉള്ളൂ, കൂടി വന്ന 60-70. അപ്പൊ നമ്മുടെ മക്കളെയും കൊണ്ട് ഒരു മോളിൽ പോകുകയാണ്. അപ്പൊ അവിടെ ഏറ്റവും നല്ല ഭക്ഷണം അവർക്ക് വാങ്ങി കൊടുക്കുക, അത്യാവശ്യം നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, നല്ല സന്തോഷമാണ്. നമുക്ക് ആരെങ്കിലും നമ്മളപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം. പിന്നെ മറ്റുള്ളവർ അതിന് പല അഭിപ്രായങ്ങളും, ബഹുജനം പല വിധവും അല്ലേ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ശരിയാണ് നമ്മളെ നയിക്കുന്നത്. രേണു പറഞ്ഞ പോലെ രേണുവിനോട് ആ ശരിയാണെന്ന് ആവർത്തിച്ച് പറയാൻ രേണു മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കൂടെ നിൽക്കുന്ന നിഴല് പോലും ചിലപ്പോൾ കാണുന്നില്ല. അപ്പോൾ രേണു ഒരുപാട് നന്ദി. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകളും ഒക്കെ വരട്ടെ. ഇപ്പോൾ UAE വരാനായിട്ട് ആരാണ് രേണുവിനെ സപ്പോർട്ട് നേരത്തെ പറഞ്ഞിരുന്നു? അപ്പോൾ UAE വരാനായിട്ടുള്ള ഈ കണക്ഷൻസ് ഒക്കെ തന്നത് പാപ്പിലോണാണ് എന്നെ കൊണ്ടുവന്നത്. അത് നമ്മുടെ റോബി എന്ന് പറയുന്ന ചേട്ടനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ. അപ്പം BB എന്ന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ട്രിപ്പായിട്ട് വന്നു. നല്ല രീതിയിൽ പ്രമോഷൻ നടക്കുന്നു. ഹാപ്പി. അപ്പം മമ്മൂക്കെ കാണാൻ ഇനി ആഗ്രഹമുണ്ടോ? ഇക്കാനെ സുധിച്ചേട്ടനുള്ള സമയത്ത് വാട്സാപ്പിൽ കുഞ്ഞിൻ്റെ പേരിട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയൊരു വളരെ ഞങ്ങളുടെ ലൈഫിൽ സുധിച്ചേട്ടൻ്റെ ഫോണിലാണ് അത് ആ വോയിസ്. സുധിച്ചേട്ടൻ അത് എല്ലാവരും കേൾപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേ ഋതുൽ എന്ന് പറയുന്നൊരു വോയിസ്. പക്ഷെ അത് ആ ഫോൺ ആക്സിഡൻറ്റോടുകൂടി അത് ഡാമേജ് ആയി. ഇനി ഒരിക്കലും അത് റിക്കവർ ചെയ്യാൻ പറ്റൂലെന്നാണ് പറഞ്ഞത്. സോ അതുപോലെ ഈദ് മുബാറക്കൊക്കെ അയക്കുമായിരുന്നു ഇക്ക. അപ്പം എന്താ പറയുക, സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ഒരു ദിവസം എന്താ പറയുക അവാർഡ് നൈറ്റിന് അപ്പോൾ സുധിച്ചേട്ടനൊക്കെ സ്കിറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് കാണുവാണ്. അപ്പം ഞാൻ ഓടി ചെന്ന് സൈഡിൽ ചെന്ന് നോക്കിയപ്പോൾ ഇക്കനെ കണ്ടു. അങ്ങനെ കണ്ടു, ഭയങ്കര സന്തോഷം. ലാലേട്ടനെ പിന്നെ അടുത്ത് കണ്ടല്ലോ ബിഗ് ബിയിൽ. രേണു, ശരിക്കും ദുബായ് യാത്രയ്ക്ക് വേറൊരു ലക്ഷ്യം കൂടെ ഇല്ലേ? എന്ത്? ലാലേട്ടനെ ഒരിക്കൽ കൂടെ ഇവിടെ വെച്ച് കാണാൻ, ദുബായിൽ വെച്ച് ലാലേട്ടനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഇല്ലേ? ഒരു ലക്ഷ്യം കൂടെ ഇല്ലേ? വീണ്ടും കാണുക എന്നുള്ളത് എന്താ പറയുക, അതെൻ്റെ വലിയൊരു ആഗ്രഹം കൂടെയാണ്. ഇവിടെ വെച്ച് തന്നെ കാണുക എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അറിയില്ല സാധിക്കുമെന്ന്. കാരണം എനിക്ക് ഒന്ന് 10-ാം തീയതി വരുവാന്ന് തോന്നില്ല. ഞാൻ എന്തായാലും 11-ാം തീയതി പോവും. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും അങ്ങനെ കാണുക എന്നുള്ളത്. അറിയില്ല കാണാൻ പറ്റുമെന്ന്. കണ്ട വളരെ സന്തോഷം. രേണു, സുധിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ, സപ്പോർട്ട് ചെയ്യാറുണ്ടോ? മീൻസ് അവർ ഓരോ പ്രോഗ്രാമിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ എന്നെ കൊണ്ടുവന്നതന്നെ സുധിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു പഴയ ഫ്രണ്ടാണ് റോബി എന്ന് പറഞ്ഞ ചേട്ടൻ. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ശരി. ഹായ് റോബി. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? രേണുവിനെ കുറിച്ച്, സുധിച്ചേട്ടനെ കുറിച്ചൊക്കെ എന്താണ് പറയാ? സുധിച്ചേട്ടൻ എനിക്ക് വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്ന്, ഞാൻ ബേസിക്കലി ഞാൻ എഡിറ്ററാണ്. മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രോഗ്രാംസ്, ഈവൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നല്ല പരിചയമാണ് ആളായിട്ട്. പിന്നെ ആൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റൊക്കെ വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ രേണുവിനെ വിളിക്കാനും ബന്ധപ്പെടാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് ഇങ്ങനെ ഇൻ്റർനാഷണൽ ട്രിപ്പ് വന്നു. അങ്ങനെ നമ്മൾ ഇപ്പം ഞാനിവിടെ വർക്ക് ചെയ്യുന്ന BDM ആയിട്ടാണ്, ഹോട്ടലിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ വിളിച്ചു. നമ്മളൊരു പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്നു. നമ്മൾ എല്ലാ വീക്കെൻഡുകളിലും ഓരോ പരിപാടികൾ, കാര്യങ്ങൾ, നല്ല വെറൈറ്റി ഫുഡുകൾ ഒക്കെയാണ്. നല്ല ഫാമിലി ഗസ്റ്റാണ് വരുന്നത് ഇവിടെ. പിന്നെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും നമ്മളത് എന്തായാലും എയറിലായിട്ടുണ്ട്. ഞാനും വൈറലായി. അതെ നല്ല രീതിയിൽ കുഴപ്പമില്ല. പഠിച്ച കുഞ്ഞിലെ ഡാൻസ് ഒക്കെ ഫുള്ള് സെറ്റാണ് ഇവിടെ. സെറ്റാണ്. ഒക്കെ എല്ലാം ഫാമിലീസാണ് നമ്മൾ കൂടുതൽ. നമ്മൾ മെയിനായിട്ട് ലിക്കർ അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള ബേസിക്കൽ ലിക്കർ ഉണ്ട് എന്നല്ലാണ്ട് കൂടുതൽ നമ്മൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫാമിലീസാണ് കൂടുതൽ വരുന്നത്, കസ്റ്റമറായിട്ട് വരുന്നത്. അല്ല, നമ്മളെ ഇപ്പോൾ അടുത്ത നമുക്ക് എല്ലാം നമുക്ക് ഹോട്ടലുകളുണ്ട്. അപ്പോൾ അടുത്ത നമ്മളെ ഇത് ബഹ്റൈനിലേക്കാണ് പോണത്. 20-ാം തീയതി ബഹ്റൈനിൽ ഒലയാന്ന് പറഞ്ഞ നമ്മുടെ ഹോട്ടലിലേക്കാണ്. തീർന്നു മലയാളം. ഇപ്പൊ ഇനിയിപ്പോ വിവാദം, ഇനി നേരെ ദുബായിന്ന് ബഹറിലേക്ക്, അവിടുന്ന് USA. അതെ അതെ അതെ. ജീവിതത്തിൽ ഈ സമയങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് ദൈവം തരുന്ന ഒരു സമയമാണ്. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അതെ അതെ, നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഈ അവസരങ്ങൾ. അത് നന്നായിട്ട് കണ്ടറിയുന്ന ഒരാളാണ്. കാരണം തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനിയിപ്പം ഈ ഒരു ഫെയിം നിലനിന്ന് പോയാലും അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും ഡൗൺ ആകാം. സോ എല്ലാം അക്സെപ്റ്റബിൾ ആണ് എൻ്റെ മൈൻഡ്. അതുകൊണ്ട് എനിക്ക് അത് രേണുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. അതാണ്. ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ ഈ ബിഗ് ബോസിൽ, ഞാൻ കേട്ടായിരുന്നു ഒരു പാട്ടാണോ? രേണു ഒരു ബിഗ് ബോസിൽ പോയ സമയത്ത് ചങ്കാണോ എന്തുവായിരുന്നു, ഫ്ലവർ അല്ലടാ ഫയർ ആണടാന്ന് പറഞ്ഞത്. ജയിൽ ടാസ്കിനൊക്കെ ഇങ്ങോട്ട് ഒന്ന് കത്തിച്ച്. അതെ. അപ്പോൾ അവർ TV 24/7 ഇത്രയും നേരം ഉണ്ടായിരുന്ന നമ്മുടെ രേണു സുധിയാണ്. രേണുവിന് ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ കേരളത്തിൽ നിൽക്കാൻ സമയമില്ലാണ്ട് ഈ ഇന്റർനാഷണൽ ട്രിപ്പുകൾ ഇങ്ങനെ പറന്നു പോകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അപ്പം രേണുവിന് ഇനിയും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടാവും. താങ്ക് യു. അതുപോലെ രേണുവിനെ ആദ്യമായി നമ്മുടെ ദുബായിൽ കൊണ്ടുവന്ന് നമുക്കൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ അവസരമൊരുക്കിയ പാപ്പിലോണിനും ഒരുപാട് ആശംസയാണ്. നല്ല ഫുഡാണ്, ഫാമിലി ആംബിയൻസ് ആണ്. അപ്പോൾ ദുബായിലൊക്കെ ഉള്ള ഒരു വീക്കെൻഡിലൊക്കെ ഫാമിലി ആയിട്ട് വരിക, നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആവുക. അപ്പം എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച എൻ്റെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ഒത്തിരി നന്ദി. നിങ്ങൾ ഇനിയും എന്നെ സ്നേഹിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.